തൃപ്പൂണിത്തുറ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി കെ ഉണ്ണികൃഷ്ണനാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത്. ആ മണ്ഡലത്തിലെ പ്രചരണത്തിന്റെ കാര്യങ്ങളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. എങ്ങനെയാണ് കാര്യങ്ങൾ നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. എന്തായാലും LDF സ്ഥാനാർത്ഥികളെല്ലാം പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു. എങ്ങനെയാണ് തൃപ്പൂണിത്തുറയിലെ ഒരു പ്രചരണം? തൃപ്പൂണിത്തുറയിലെ പ്രചരണ പ്രവർത്തനങ്ങൾ ഇന്നലെ പ്രഖ്യാപനത്തിന് ശേഷം ഇന്നലെ ആരംഭിച്ചു കഴിഞ്ഞു. സാധാരണഗതിയിലൊരു മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് മുന്നണിയാണെങ്കിലും പ്രഖ്യാപനമൊക്കെ കഴിഞ്ഞ് കൺവെൻഷനുകളൊക്കെ ആരംഭിക്കുന്നതോടുകൂടിയൊക്കെയാണ് സാധാരണ പ്രചരണങ്ങളെല്ലാം വരുന്നത്. പക്ഷെ എൻ്റെ പ്രചരണങ്ങൾ ഇന്നലെ തന്നെ ഏറ്റെടുത്തു. അതിൻ്റെ ഭാഗമായി ഇന്നലെ റോഡ് ഷോ നടന്നു. തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ ഏറ്റവും ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന റോഡ് ഷോ നടക്കുകയുണ്ടായി. ഇന്ന് പള്ളുരുത്തിയിൽ റോഡ് ഷോ നടക്കും. പിന്നെ എന്താ പ്രചരണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് പോസ്റ്ററുകളാണ്. അതെല്ലാം ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ഇന്ന് പ്രഭാതം പൊട്ടിവിടർന്നപ്പോൾ ജനങ്ങളെല്ലാം എന്നെ കാണുകയും ഞാനാണെന്നുള്ളതൊക്കെ മനസ്സിലാക്കുകയും തിരിച്ചറിവൊക്കെ ഉണ്ടായിട്ടുണ്ട്. വലിയ ആഹ്ലാദത്തോടു കൂടിയാണ് ഇത് ചെയ്തിട്ടുള്ളത്. പിന്നെ പ്രചരണ പ്രവർത്തനത്തിൽ തീർച്ചയായിട്ടും ഇടതുപക്ഷം ഇത്തവണ എല്ലാ കാര്യത്തിലും മുൻകൈ ഉണ്ടാകും. സ്ഥാനാർത്ഥി എന്ന നിലയിൽ വ്യക്തിപരമായ ഫോക്കസ് ചെയ്യുന്ന പ്രചരണം മാത്രമല്ല, ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ ഒരു പ്രതിനിധി കൂടിയാണല്ലോ. കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിൽ ഇടതുപക്ഷ മുന്നണി നടത്തിയ നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ കൂടി ഞങ്ങളുടെ ക്യാമ്പയിനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇനമായി മാറുകയാണ്. പിന്നെ പ്രധാനമായും ഈ മണ്ഡലത്തിലൊരു ത്രികക്ഷി മത്സരത്തിനാണ് സാധ്യതകൾ തെളിയുന്നത്. അതിൽ ഒരു ഭാഗത്ത് BJPയുടെ പ്രതിനിധികൾ ഉണ്ടാകാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ BJP ഇപ്പോൾ ഇത്തവണ വലിയ പ്രതിക്കൂട്ടിലല്ലേ. അമേരിക്കൻ സാമ്രാജ്യത്വവും അതുപോലെ ഇസ്രായേൽ ഭരണകൂടവും ചേർന്നൊരുക്കിയ യുദ്ധാന്തരീക്ഷം അത് പശ്ചിമേഷ്യയിൽ മാത്രമല്ല, നമ്മുടെ കേരളക്കരയിൽ, ഇന്ത്യയിൽ ഉൾപ്പെടെ കേരളക്കരയിൽ വരെ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു. ഗ്യാസിനെല്ലാം വന്നിട്ടുള്ള വലിയ ക്ഷാമം, അതെല്ലാം തീർച്ചയായും നമ്മുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ വിദേശ നയത്തിൽ നിന്നും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പിന്നോക്കം പോയതിൻ്റെ കൂടി ഭാഗമാണ്. അപ്പോൾ കാലാകാലങ്ങളായി BJPക്ക് വോട്ട് ചെയ്തിരുന്ന കുടുംബങ്ങൾ വരെ ഇന്നിപ്പോൾ വലിയ അസംതൃപ്തിയിലാണ്. അവരെല്ലാം മാറി ചിന്തിക്കുകയാണ്. തീർച്ചയായും BJPക്ക് വോട്ട് ചെയ്തിരുന്ന ആളുകൾ ഉൾപ്പെടെ ഇത്തവണ ഇടതുപക്ഷത്തിൻ്റെ നിലപാടുകളിലോട് ഉള്ള യോജിപ്പിൻ്റെ ഭാഗമായി അവർ വോട്ട് രേഖപ്പെടുത്തും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റൊന്ന്, തെരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞു വരുന്നേ ഉള്ളൂ. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ആരാണ് എന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. കാരണം അവർക്കിടയിലുള്ള അന്തഛിദ്രങ്ങളും അനൈക്യവും ഒരു സ്ഥാനാർത്ഥിയെ വളരെ വേഗത്തിൽ ഇടതുപക്ഷം സ്വീകരിച്ചതുപോലെ സ്വീകരിക്കാൻ അവർക്ക് ചില പ്രയാസങ്ങൾ ഉണ്ടാകുമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു അനിശ്ചിതത്വമുണ്ട്. എന്തായാലും രാഷ്ട്രീയത്തെ കേരളത്തിലെ ജനങ്ങൾ എന്നെ ഉപേക്ഷിച്ച് കഴിഞ്ഞതാണ്. 2016 ഏതാണ്ട് കോൺഗ്രസ് കേരളത്തിൽ ഒറ്റപ്പെടുകയുണ്ടായി. 2016 മുതൽ ഇതുവരെ 10 വർഷം സഖാവ് പിണറായിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരല്ലേ ചെയ്യുന്നത്. ആ സർക്കാരിൻ്റെ ഭരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ വികസന മുന്നേറ്റത്തിൻ്റെ ചരിത്രത്തിൽ പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കുന്നതിലും അതുപോലെ തന്നെ വൻകിട വികസന പദ്ധതികൾ കൊണ്ടുവരുന്നതിലും എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരാളെയും ഒഴിച്ചു നിർത്തിയിട്ടില്ല. എല്ലാവരെയും സ്നേഹത്തോടെ ചേർത്ത് നിർത്തിയിട്ടുള്ള ഒരുപാട് ക്ഷേമ പ്രവർത്തനങ്ങളെല്ലാം നടത്തിയിട്ടുള്ള സർക്കാരല്ലേ. അപ്പോൾ ആ സർക്കാരിൻ്റെ ജനക്ഷേമ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തന്നെ മുന്നണിക്ക് തന്നെ വലിയ സ്വീകാര്യത ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ കോൺഗ്രസ് അടുത്ത മൂന്നാമതൊരു തവണ നമ്മൾ അധികാരത്തിലേക്ക് വരുമെന്നുള്ള കാര്യങ്ങൾ അവർക്ക് ഏതാണ്ട് ഉറപ്പാണ്. പക്ഷേ എന്നാലും ഒരു വൃഥാ വ്യായാമം നടത്തുകയാണ് അധികാരത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. അതിൽ തന്നെ ഇടതുപക്ഷ ഐക്യജനാധിപത്യ മുന്നണി എന്ന് പറയാൻ മാത്രമേ ഉള്ളൂ. ഐക്യവും ജനാധിപത്യവും ഒന്നും ഇല്ല എന്നുള്ളത് അവരുടെ ഗ്രൂപ്പ് ഉടമ്പലികളും നേതൃനിരയിൽ തന്നെയുള്ള അനൈക്യങ്ങളും തർക്കങ്ങളും എല്ലാം പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ വായിക്കുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ വിജയം കുറച്ചുകൂടി എളുപ്പമാണെന്നാണ് ഞാൻ കരുതുന്നത്. തൃപ്പൂണിത്തുറയിലെ വിജയ പ്രതീക്ഷ എങ്ങനെയാണ്? തൃപ്പൂണിത്തുറയിൽ ഇത്തവണ ഇടതുപക്ഷം വിജയിക്കാൻ പോകുന്ന ചരിത്രമാണുള്ളത്. കഴിഞ്ഞ തവണ സ്വരാജ് കേവലം 922 വോട്ടിൻ്റെ മാത്രം കുറവോടുകൂടിയല്ലേ പരാജയപ്പെടാനിടയായത്. അപ്പോൾ അത് കുറച്ചും കൂടി നല്ല കരുതലോടുകൂടി ഞങ്ങൾ നീങ്ങിക്കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിന് ഇത്തവണ വലിയ വിജയമാണ് ഉണ്ടാകാൻ പോകുന്നത്. പിന്നെ ഒന്ന്, ഞാൻ നിലവിൽ MLA ആയിരുന്ന ഒരാളാണല്ലോ. 2021 മുതൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്രമുള്ള സാമൂഹ്യ നവോത്ഥാനത്തിൻ്റെ ചരിത്രമുള്ള മുസരീസിന് ശേഷം ഉള്ള തുറമുഖ സംസ്കാരത്തിൻ്റെയൊക്കെ ഉറവിടമായിട്ടുള്ള കളിത്തൊട്ടിലായിട്ടുള്ള വൈപ്പിൻ, ആ വൈപ്പിൻ മണ്ഡലത്തിൽ 5 കൊല്ലക്കാലമേ ഞാൻ പ്രവർത്തിച്ചുള്ളൂ. എങ്കിലും ഒരു 100 കൊല്ലത്തിനിടയിൽ നടക്കാത്ത വികസന പ്രവർത്തനങ്ങൾ, ശ്രദ്ധേയമായ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള പ്രവർത്തനാനുഭവങ്ങളുമായിട്ടാണ് ഞാൻ ഈ മണ്ഡലത്തിലേക്ക് വരുന്നത്. ഈ മണ്ഡലത്തിലെ ജനങ്ങൾ ദീർഘകാലം ഒരു ഇടവേള ഒഴിച്ചു കഴിഞ്ഞാൽ ഒട്ടേറെ നാളുകളായി കോൺഗ്രസ്സാണ് ഇവിടെ പ്രതിനിധാനം ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായി സംഭവിച്ച വികസന മുരടിപ്പ്, അതിലെല്ലാം ജനങ്ങൾ അസംതൃപ്തരാണ്. അവരൊരു മാറ്റത്തിന് വേണ്ടിയിട്ട് അവർ കൊതിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. അവരുടെ അഭിലാഷങ്ങൾക്കനുസരിച്ച്
തീർച്ചയായിട്ടും എനിക്ക് പ്രവർത്തിക്കാൻ കഴിയും. അത് ജനങ്ങൾ വിശ്വാസത്തിലെടുക്കും. അത് ഇടതുപക്ഷത്തിന് വലിയ വിജയം സൃഷ്ടിക്കുമെന്ന് തന്നെയാണ് ഞാനുൾപ്പെടെ ഈ മണ്ഡലത്തിലെ ഇടതുപക്ഷ അനുഭാവികൾ മാത്രമല്ല മറ്റുള്ള കക്ഷികൾക്ക് വോട്ട് ചെയ്യുന്ന ആളുകൾ ഉൾപ്പെടെ ഈ മാറ്റത്തിൽ അണിചേരാൻ, ഈ മാറ്റത്തിൻ്റെ സന്ദേശവാഹകരായി മാറാൻ അവരെല്ലാവരും ആഗ്രഹിച്ച് നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. അതുതന്നെയാണ് എൻ്റെ വിജയത്തിൻ്റെ അടിസ്ഥാനമെന്ന് ഞാൻ കരുതുന്നു. തൃപ്പൂണിത്തുറയിൽ വലിയ വിജയപ്രതീക്ഷയിലാണ് KN ഉണ്ണികൃഷ്ണൻ. ഒപ്പം ഈ വൈപ്പിൻ മണ്ഡലത്തിൽ 5 വർഷം MLA ആയി പ്രവർത്തിച്ചതിൻ്റെ ആ ഒരു പരിചയവും ആ ജനകീയതയും അദ്ദേഹത്തിന് തുണയാകുമെന്നാണ് കണക്കൂട്ടുന്നത്. തൃപ്പൂണിത്തുറയിൽ നിന്നും രാജു വർഗീസിനൊപ്പം TOFN കേരള ന്യൂസ്.